ഗൈസ്, പാത്രത്തിൽ കിടക്കുന്ന ഉരിച്ചെടുത്ത പാമ്പിന്റെ തൊലി പോലത്തെ ഈ ഒരു ഐറ്റം എന്താണെന്ന് മനസ്സിലായോ? സംഭവം ഇത് നമ്മൾ കെട്ടിയിട്ട് ഉരിഞ്ഞെടുത്ത നമ്മൾ പിടിച്ച നെടുമീനിന്റെ തൊലിയാണ് കേട്ടോ. ഈ തൊലി വെച്ച് നമ്മൾ ഇന്ന് നെറ്റിൽ വായിച്ച ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇനി തോലായതുകൊണ്ട് ബെൽറ്റ് ആവും ഷൂ ആവും എന്നൊന്നും കരുതണ്ട, നമ്മൾ ഇതിന്ന് പാചകം ചെയ്യാൻ പോവുകയാണ്. കഴുകിയെടുത്ത തൊലിയുടെ മുകളിലേക്ക് കല്ലുപ്പിട്ട ശേഷം നല്ല വൃത്തിക്ക് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ തൊലിയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക എന്നതാണ്. പണ്ടത്തെ ആളുകൾ ഔഷധ മൂല്യമുള്ള ഈ ഒരു തൊലി ഉണക്കിയെടുത്ത് പല രോഗങ്ങൾക്കും ഒരു ഒറ്റമൂലിയായി ഉപയോഗിച്ചിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഇന്ന് ഇത് വെച്ച് ഒരു തൊലി ഫ്രൈ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. ഒരു ബൗളിലേക്ക് ഓരോ സ്പൂൺ മൈദയും റവയും അരിപ്പൊടിയും കൂടി ചേർക്കുവാണ്. ഇനി ഇതിന്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കേണ്ടതുണ്ട്. ശേഷം മഞ്ഞപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇട്ട് ഇളക്കാനുള്ള ടൈം ആയി കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്ത ശേഷം നമ്മൾ ഈ മിക്സറിനെ ഇളക്കി ഈ പരുവത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഫ്രൈ ചെയ്യാനുള്ള ഇരുമ്പ് ചട്ടി സ്റ്റൗ ഓണാക്കി കയറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂട് പിടിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മീനിന്റെ തൊലി ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുവാണ് കേട്ടോ. ചട്ടിയിൽ എണ്ണ ഒഴിച്ചത് ചൂടായാൽ പിന്നെ വെച്ച് വൈകിപ്പിക്കേണ്ട കാര്യമില്ല. മീനിന്റെ തൊലി എടുത്ത് മാവിലേക്ക് ഇട്ട് വഴവഴാന്നങ്ങ് മെഴുകി എടുക്കുവാണ്. ഈ ഒരു ഐറ്റം എടുത്ത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. എണ്ണയിലേക്ക് ഇട്ടിരിക്കുന്ന ഐറ്റം ഒരു പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളി ഇപ്പൊ കാണാൻ ഒരു വാഴക്കപ്പത്തിന്റെ മീൻ മുട്ടയുടെയൊക്കെ ചേലുണ്ട്. എന്തായാലും വറുത്ത് കണ്ടാൽ കൊതി തോന്നിക്കുന്ന ഈ ഒരു ഐറ്റം ഒരു മസ്റ്റ് ട്രൈ ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ ഐറ്റത്തിന് രുചി ഉണ്ടെങ്കിലും എടുത്തു പറയാൻ തക്കവണ്ണം ഒരു ഗുമ്മ വന്നിട്ടില്ല. എന്തായാലും മീനിന്റെ ഉണക്കിയ തൊലി ഇതിനു വേണ്ടി യൂസ് ചെയ്താൽ ഒന്നും കൂടി ക്രിസ്പി ആവാനുള്ള ചാൻസ് ഉണ്ട്.